ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തൊളിമ്ന ഓർക്കിഡ് എങ്ങനെ നമുക്ക് വുഡിൽ മൗണ്ട് ചെയ്യാം എന്ന് നോക്കാം. തൊളിമ്ന ഓർക്കിഡിൻ്റെ കെയറിനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വുഡിൽ മൗണ്ട് ചെയ്യുന്നത് ചെറുതായിട്ട് കാണിച്ചിട്ടുമുണ്ട്. ആ വുഡ് ഞാൻ ഫിക്സ് ചെയ്തിരുന്നത് ഒരു ക്ലേ പോട്ടിനകത്താണ്, കരി ഇട്ടിട്ട് അതിനകത്താണ് ഫിക്സ് ചെയ്തിരുന്നത്. അത് ഈ അടുത്ത് എനിക്ക് കാറ്റടിച്ച് തറയിൽ വീണ് അത് ഒരുപാട് പീസായി പോയി. അതിൽ നിന്ന് ഇളക്കിയെടുത്ത പ്ലാന്റുകളാണ് ഇതെല്ലാം ഞാൻ കുറച്ച് ചകിരി വെച്ചിട്ട് അത് ഒന്ന് റൂട്ട് ഇറങ്ങാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇത് ഫിക്സ് ചെയ്യാനും ഞാൻ എടുത്തിരിക്കുന്നത് അന്ന് വെച്ചിരുന്നത് പോലത്തെ പേരത്തടിയാണ്. അന്ന് വെച്ചിരുന്നത് വലിയ തടിയായതുകൊണ്ടാണ് ഞാൻ പോട്ടിൽ ഇറക്കി വെച്ചത്. ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് വേറൊരു പീസ് തടിക്കകത്ത് ഫിക്സ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വയ്ക്കാം. തൊളിമ്ന ഓർക്കിഡ് സാധാരണ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഇതുപോലത്തെ 1 ഇഞ്ച് പോട്ടിനകത്തായിരിക്കും. എന്നാൽ അതിൽ ഒരു മീഡിയവും കാണത്തില്ല. പ്ലാന്റ് മാത്രം ചുമ്മാ വെറുതെ പോട്ടിൽ ഇറക്കി വെച്ച് റൂട്ട് വന്നതായിരിക്കും. എന്നാൽ അതിന് കൂടുതൽ വളർച്ച കിട്ടണമെങ്കിൽ ഒന്നുകിൽ ചകിരി, അല്ലെങ്കിൽ മോസ്, അല്ലെങ്കിൽ കരി, ഇത് മൂന്നിലേതെങ്കിലും ഉണ്ടായിരിക്കണം. ഓടിൻ്റെ പൈസ ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ചകിരിയോടുകൂടി തന്നെ ഈ ഫംഗിസൈഡ് സൊല്യൂഷനിൽ 10 മിനിറ്റ് മുക്കി വയ്ക്കാം. ഈ ചകിരിയോടുകൂടി വെക്കുന്നത് ഈ ചകിരി തന്നെയാണ് വുഡിൽ മൗണ്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. പ്ലാന്റ് ഫുള്ളായി ലീഫോടുകൂടി മുങ്ങിയാലും കുഴപ്പമില്ല, അത് നല്ലതാണ്. നമ്മൾ ഓർക്കിഡ് വെച്ച് കെട്ടാനായിട്ട് എടുക്കുന്ന തടി എപ്പോഴും നല്ല ഉണങ്ങിയതും ആയിരിക്കണം. അത് കംപ്ലീറ്റ് അതിൻ്റെ തൊലിയും പോയതായിരിക്കണം. അല്ലെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ റൂട്ട് പിടിച്ച് കഴിയുമ്പോൾ അതുപോലെ ഇളകി വരും. ഇനി നമുക്ക് ഇത് എങ്ങനെ വുഡിൽ മൗണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിനു വേണ്ടി എടുക്കുന്ന കത്രിക ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. ഇത് നേരത്തെ ആ വുഡിൽ മൗണ്ട് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ഡെഡായിട്ടുള്ള റൂട്ട് കാണും, ലീഫ് കാണും. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം. ഈ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത, ഇത് കിളിക്കാനും എളുപ്പമാണ്, നശിച്ചു പോകാനും എളുപ്പമാണ്. ലീഫിൻ്റെ ഇടയിലെല്ലാം വെള്ളം തങ്ങി നിന്ന് ഉണങ്ങാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് വേഗം ഊരി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ചുവട്ടിലുള്ള പഴയ ലീഫിൻ്റെതും പഴയ റൂട്ടും എല്ലാം കട്ട് ചെയ്ത് നല്ല പോലെ വൃത്തിയാക്കി എടുക്കണം. അല്ലെങ്കിൽ വേഗം ചീഞ്ഞു പോകും. ഇത് വുഡിൽ ഫിക്സ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് ചകിരി എടുക്കാവുള്ളൂ. ഒരുപാട് ചകിരിയുടെ ആവശ്യമേ ഇല്ല. ഒരുപാട് ചകിരി വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം കൂടുതൽ നിൽക്കുകയും ചെയ്യും, വേഗം പ്ലാന്റ് നശിച്ചു പോവുകയും ചെയ്യും. എന്നിട്ട് പ്ലാന്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ അടിയിൽ ചകിരി വെക്കണ്ട. പ്ലാന്റ് നേരെ ഡയറക്റ്റ് വുഡിലോട്ട് വെച്ചിട്ട് മുകളിൽ മാത്രം കുറച്ച് ചകിരി വെച്ച് കൊടുത്താൽ മതി. ചകിരി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ റൂട്ട് വരുന്ന ഭാഗം കവറായി പോവാതെ വേണം ചകിരി വയ്ക്കാൻ. എന്നുവെച്ചാൽ റൂട്ട് വരുന്ന ഭാഗത്ത് നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം, എന്നാലേ പുതിയ റൂട്ട് വേഗം വരത്തുള്ളൂ. നമ്മൾ 1 ഇഞ്ച് പോട്ടിൽ തൊളിമ്ന വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതിനകത്ത് ഒരു മീഡിയവും ഇല്ലാതെയാണ് വെറുതെ ആ പോട്ടിൽ വെച്ച് ആണ് അവർ കിളിപ്പിച്ച് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അതുകൊണ്ട് ഒരു മീഡിയം ഇല്ലാതെ തന്നെ വളരുകയും ചെയ്യും. പക്ഷേ കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മീഡിയം വെച്ച് കൊടുക്കുന്നത്. പ്ലാന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് ഒട്ടും അനങ്ങാതിരിക്കണം, അതേ ഉള്ളൂ നോക്കേണ്ടത്. അങ്ങനെ ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതിനകത്ത് ഈ വുഡിനകത്ത് പലയിടങ്ങളിലായിട്ട് ഇത് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ പീസ് തടിയിലാകുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം കൂടുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം, കുറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാം, അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഈ വുഡിൽ എല്ലാ പ്ലാന്റുകളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉടനെ ഫംഗിസൈഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫംഗിസൈഡ് സൊല്യൂഷനിൽ മുക്കി എടുത്ത പ്ലാന്റാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉടനെ എങ്ങും ഫംഗിസൈഡ് കൊടുക്കണ്ട. ഇനി നമുക്ക് ഇത് പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന ചകിരി കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചകിരി അങ്ങനെ നിന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അത് എക്സസ് ആയിട്ട് നിൽക്കുന്ന ചകിരി ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. ഈ പ്ലാന്റ് എല്ലാം ആ തടിയിൽ നിന്ന് ഇളക്കിയെടുത്തപ്പം അതിൻ്റെ നല്ല റൂട്ടുകളെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇതിപ്പം വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല റൂട്ട് ഉള്ളതാണെങ്കിൽ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ആ റൂട്ടും കൂടെ കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ വേണം ഇത് ചകിരി കട്ട് ചെയ്ത് കളയാൻ.
ഇങ്ങനെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ ഓർക്കിഡുകൾക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ, മഴക്കാലത്ത് കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമേ കൊടുക്കാവുള്ളൂ. അതും 19 കൊടുക്കാം. 1 ലിറ്ററിൽ 1 ഗ്രാം കൊടുത്താൽ മതി ആദ്യം, റൂട്ട് വരുന്നത് വരെ. റൂട്ട് നല്ലതുപോലെ ഫിക്സ് ആയതിന് ശേഷം മാത്രം 2 ഗ്രാം വെച്ച് കൊടുത്താൽ മതി. എന്നാൽ ചുവട്ടിൽ ഈർപ്പമുണ്ടെങ്കിൽ മാത്രമേ ഓർക്കിഡുകൾക്ക് റൂട്ട് വരുത്തുള്ളൂ. അതുകൊണ്ട് ചുവട്ടിൽ ഈർപ്പം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓർക്കിഡ് മൗണ്ട് ചെയ്യാനായിട്ട് എടുക്കേണ്ട വുഡ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഹാർഡ് വുഡ് ആയിരിക്കണമെന്ന്. എന്നാൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഹാർഡ് വുഡ് ആയാലും ആ വുഡ് ലാസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഓർക്കിഡിന് എപ്പോഴും ഈർപ്പം നിലനിർത്തുന്നത് കൊണ്ടും ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നത് കൊണ്ടും എല്ലാം ആ വുഡ് കുറേ കാലം കഴിയുമ്പോൾ 5-6 വർഷം കഴിയുമ്പോൾ ഡാമേജ് ആവുന്നുണ്ട്. ഞാൻ നേരത്തെ ഫെലനോപ്സിസും ഇതുപോലെ വുഡിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതേ ആ തടിക്ക് ഡാമേജ് വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഡാമേജ് വരാതിരിക്കുന്ന തടിയെന്ന് വെച്ചാൽ നമ്മൾ തേക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുന്ന, വെള്ളയൊന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കുന്ന പീസാണെങ്കിൽ ഒട്ടും ഡാമേജ് വരുന്നില്ല. എന്നാൽ വുഡിൽ മൗണ്ട് ചെയ്തതിൽ ഫ്ലവറൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് വേറെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.